യഥാർത്ഥത്തിൽ കേരള ജനത വലിയൊരു ആശ്വാസത്തിലായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം നീണ്ട ഒരു ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച്, അത് യഥാർത്ഥത്തിൽ കേരള ജനതയാണ് ഈ ഭരണം അവസാനിപ്പിച്ചത്. ഞാനുൾപ്പെടെ കായംകുളത്തു നിന്നും വിജയിച്ചത് UDF പ്രവർത്തകരുടെ അനുഭാവികളെ മാത്രം വോട്ട് ലഭിച്ചിട്ടല്ല. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പിണറായി സർക്കാരിനെ പുറത്താക്കണം എന്ന ഉറച്ച താല്പര്യത്തോടെ എല്ലാ ജനങ്ങളും വോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് 102 സീറ്റുകൾ UDFന് ലഭിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 63 സീറ്റുകളാണ് ലഭിച്ചത്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ചത് ഈ തിരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ സ്വാഭാവികമായി ജനത്തിന് വലിയ പ്രതീക്ഷകളുണ്ട്. UDFനെ കുറിച്ച്, കോൺഗ്രസിനെ കുറിച്ച് വലിയ പ്രതീക്ഷകളാണുള്ളത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു നല്ല കാര്യങ്ങളല്ല എന്നുള്ളത് തുറന്നു പറയുന്നതിൽ ഖേദമുണ്ട്. പ്രകടനങ്ങൾ നമുക്കറിയാം. കോൺഗ്രസ്സിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി അല്ലെങ്കിൽ ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിരവധി നേതാക്കന്മാരുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ്. സ്വാഭാവികമായും ഇപ്പോൾ CPM ആണ് എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെതല്ലാത്ത രണ്ടാമതൊരു പേര് ഉരിയാടാൻ പോലും ധൈര്യമില്ലാതെ, നിരവധി കഴിവുള്ള നേതാക്കന്മാരുടെ പേരുകൾ പരാമർശിക്കപ്പെടാൻ പോലും കഴിയാതെ CPMൻ്റെ നേതാക്കന്മാർ ശ്വാസം മുട്ടുമ്പോൾ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം നിലവിലിപ്പോൾ അതിഭീകരമായ ഒരു പരാജയം CPMനുണ്ടായി, LDFനുണ്ടായി. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു പേരിനെക്കുറിച്ച് ചർച്ച ഉയരുമ്പോൾ തന്നെ അവിടെ ഭീഷണിയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ അതിനുള്ള സ്വാതന്ത്ര്യമില്ല. കോൺഗ്രസ്സിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ജനാധിപത്യത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടം തന്നെ മഹാത്മാഗാന്ധി ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നതനായ നേതാവായിരിക്കുമ്പോൾ തന്നെ ജവഹർലാൽ നെഹ്റുവിനും സർദാർ പട്ടേലിനും സുഭാഷ് ചന്ദ്രബോസിനും സ്പേസ് ഉള്ളൊരു പാർട്ടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മഹാത്മാഗാന്ധിയുടെ സ്ഥാനാർത്ഥിയായ പട്ടാഭി സീതാരാമയ്യയെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് AICCയുടെ അധ്യക്ഷനായത്. അപ്പോൾ ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. വ്യത്യസ്തരായ നേതാക്കന്മാരുടെ പേരുകൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടം മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാരമ്പര്യം അതാണ്. ഇവിടെ ഇപ്പോൾ ആ പേരുകൾ ഉയർന്നു വരുന്നതിൽ ഒരു തെറ്റുമില്ല. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഉയർന്നു കേൾക്കുന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ എന്ന തരത്തിൽ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളെല്ലാം തന്നെ മികച്ച നേതാക്കന്മാരാണ്. AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ പേര് മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി ശക്തമായി നിലപാടെടുത്ത സംഘപരിവാറിൻ്റെ കടുത്ത ഭീഷണി നേരിടുന്ന നേതാവാണ്. ശ്രീ VD സതീശൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് അതിശക്തമായ നേതൃത്വം നൽകിയ മികച്ച നേതാവാണ്. ശക്തമായി പ്രതിപക്ഷത്തിന് ഒരു ടീം UDF എന്ന സങ്കല്പം കെട്ടിപ്പടുത്ത നേതാവാണ്. അത് യാതൊരു സംശയവുമില്ല. ശ്രീ രമേശ് ചെന്നിത്തലയുടെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം കേരളത്തിൻ്റെ ശക്തനായ പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു, ഒരു പാർട്ടിയുടെ പിളർപ്പിൻ്റെ സമയത്ത് നേതൃത്വം കൊടുത്തത്. അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, ഭാവി കേരളത്തേക്ക് നയിക്കാനായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളെല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ച ആളുകളാണ്. ആ പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നതിനും പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ആര് നേതാവാകണം, ആര് മുഖ്യമന്ത്രിയാകണമെന്നതിനെക്കുറിച്ചും കോൺഗ്രസ് അണികൾ അഭിപ്രായ പ്രകടനം നടത്തുന്നതിനും തെറ്റില്ല. തങ്ങളുടെ നേതാക്കന്മാർക്ക് സിന്ദാബാദ് വിളിക്കാം, അഭിവാദ്യങ്ങൾ അർപ്പിക്കാം, അവരുടെ മികവിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ അതേസമയം തന്നെ എൻ്റെ നേതാവ് മികച്ചതാണ് എന്ന് പറയുമ്പോൾ മറ്റൊരു നേതാവിനെ അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരെ ആക്ഷേപിക്കുന്ന ഒരു സംസ്കാരത്തോട് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ലെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രകടനം നടത്തുമ്പോൾ ശ്രീ KC വേണുഗോപാൽ AICC സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ഫ്ലക്സ് വലിച്ചു കയറിക്കളയുക, അതിൻ്റെ കൂടെയുള്ള ശ്രീ ഉമ്മൻചാണ്ടിയുടെ ചിത്രം വലിച്ചു കയറിക്കളയുക, മറ്റൊരു ആളുകൾ അപ്പുറത്തിരിക്കുന്ന ഫ്ലക്സിൽ പോയി തുപ്പുക, ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം ശക്തമായൊരു മെസ്സേജ് നേതാക്കന്മാർക്കും അണികൾക്ക് നൽകിയിട്ടുണ്ട്. വ്യക്തിഹത്യ അരുത്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മികച്ച നേതാക്കന്മാരുടെ പേരുകൾ നിർദ്ദേശിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് പാർട്ടിയിലെ നേതാക്കന്മാരെ ആക്ഷേപിക്കുന്ന, മറ്റ് പാർട്ടിയിലെ നേതാക്കന്മാരെ ഇത്രത്തോളം രൂക്ഷമായി ആക്രമിക്കാറുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. നവമാധ്യമങ്ങളിലും അല്ലെന്നുണ്ടെങ്കിൽ തെരുവുകളിലും കോൺഗ്രസ് നേതാക്കന്മാരെ ആക്ഷേപിക്കുന്ന രൂക്ഷത യഥാർത്ഥത്തിൽ മറ്റ് പാർട്ടിയിലെ നേതാക്കന്മാരോട് ഇവർ ആരെങ്കിലും കാണിക്കുന്നുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ്. വളരെ കൃത്യമായൊരു നടപടിക്രമമാണ്, വർഷങ്ങളായി പിന്തുടരുന്നൊരു നടപടിക്രമമാണ് AICC ഈ കാര്യത്തിൽ നടപ്പിലാക്കിയത്.
AICC നിരീക്ഷകരെ പ്രഖ്യാപിച്ചു. നിരീക്ഷകർ വന്ന് പാർലമെൻ്ററി പാർട്ടി വിളിച്ചു ചേർത്തു. പാർലമെൻ്ററി പാർട്ടിയിൽ ഒറ്റ വരി പ്രമേയം, ഞാൻ ആ പാർലമെൻ്ററി പാർട്ടി പങ്കെടുത്ത ഒരാളാണ്. ഒറ്റ വരി പ്രമേയം, അതായത് കോൺഗ്രസിൻ്റെ കേരളത്തിലെ പാർലമെൻ്ററി പാർട്ടി നേതാവിനെ നിയമിക്കാനുള്ള ചുമതല അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് നിയോഗിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഐക്യകണ്ഠേന കൊടുത്തൊരു പ്രമേയമാണ്, ഐക്യകണ്ഠേന കൊടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിന് ശേഷം AICC ഒബ്സർവർമാർ ഓരോ MLA-മാരെ കണ്ടു. അപ്പോൾ അവിടെ ആദ്യം ഈ വോട്ടെടുപ്പ് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. മാധ്യമങ്ങൾ അങ്ങനെ വാർത്തയുണ്ടായിരുന്നു, രഹസ്യ ബാലറ്റ് അല്ലെങ്കിൽ കൈവക്കി വോട്ടിടൽ, ഒറ്റയ്ക്കുള്ള കൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ AICC ഒബ്സർവർമാർ പറഞ്ഞു, കൗണ്ടിങ്ങിൻ്റെ ഒന്നും കാര്യമല്ല. AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അത്തരമൊരു കണക്കെടുപ്പല്ല ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളൊരു തീരുമാനങ്ങൾ എടുക്കുകയാണ്, എല്ലാവരെക്കുറിച്ചും അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയാണ്. ഇത് AICC അധ്യക്ഷന് കൈമാറും, ശ്രീ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് കൈമാറും. ശ്രീമതി സോണിയ, UPA-യുടെ മുൻ അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധിയുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്, കോൺഗ്രസ് ഹൈക്കമാൻഡ്. തീർച്ചയായിട്ടും ഇതെല്ലാം ചർച്ച ചെയ്യും, അഭിപ്രായങ്ങളെല്ലാം ചർച്ച ചെയ്യും. എന്നിട്ട് ഏറ്റവും ഉചിതമായ ഒരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കേരളത്തിലെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ ലീഡറായും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായും നിയോഗിക്കും. അപ്പോൾ കാര്യം വ്യക്തമല്ലേ? ഈ രാജ്യത്തെ കോടിക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്ന ആരെയാണ്? രാഹുൽ ഗാന്ധി എന്ന ഈ രാജ്യം മുഴുവൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പദയാത്രയായി സഞ്ചരിച്ച സംഘപരിവാറിൻ്റെ കടുത്ത ഭീഷണികളെ നേരിടുന്ന ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ കള്ളക്കേസുകളെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ പൗരത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേസുകൾ സമർപ്പിക്കപ്പെടുന്നു. രാജ്യവ്യാപകമായി അദ്ദേഹത്തിനെതിരെ വ്യക്തിഹത്യ നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യുന്നു. അദ്ദേഹം പാർലമെൻറ്റിൽ സംസാരിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്നു, അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നു. അപ്പം രാജ്യത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളി ആരാണ്? ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്ന ഏറ്റവും ശക്തനായ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളി ശ്രീ രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റാരുമല്ല. ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ ഏത് കോൺഗ്രസ് നേതാവിനേക്കാൾ, കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരെക്കാൾ കൂടുതൽ ഞാൻ എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരൻ വിശ്വസിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയിലും ആണ് എന്ന കാര്യത്തിലും, അല്ലെങ്കിൽ ഈ കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ നേതൃത്വം കൊടുക്കുന്ന മല്ലികാർജ്ജുന ഖാർഗെ എന്ന വന്ധ്യവയോധികനായ പരിചയസമ്പന്നനായ നേതാവിനും സോണിയാഗാന്ധിയിലുമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾക്ക് അവരാരും തന്നെ കോൺഗ്രസ് പാർട്ടിയിലില്ലെങ്കിലും ഞങ്ങളെല്ലാം കോൺഗ്രസ് പാർട്ടിയിൽ കാണും. അവരാരെയല്ല മുഖ്യമന്ത്രിയാക്കി വേറെ ആരെയെങ്കിലുമാണ് മുഖ്യമന്ത്രിയാക്കുന്ന കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി അല്ലെങ്കിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനമെടുത്താലും ഞങ്ങളതിനെ അംഗീകരിക്കും. കാരണം ഞാനതിനെ അംഗീകരിക്കും. കാരണം ഞാൻ സ്നേഹിക്കുന്നത് ഈ പ്രത്യയശാസ്ത്രത്തെയാണ്. ഇതുപോലെ തന്നെ എൻ്റെ മാനസികാവസ്ഥയാണ് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് നേതൃത്വം കൊടുത്തിരുന്ന നേതാക്കന്മാർ, മധ്യപ്രദേശിലെ ജ്യോതിരാദിത്യ സിന്ധ്യ പോയി, കാശ്മീരിലെ മുടിചൂട മന്നനായിരുന്ന ഗുലാം നബി ആസാദ് പോയി, മധ്യ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന മുഖ്യമന്ത്രിമാരായിരുന്ന ആളുകൾ, PCC അധ്യക്ഷന്മാരായിരുന്നവരൊക്കെ പോയിട്ടുണ്ട്. ആ പോയിട്ടുള്ളപ്പോഴും ഈ ത്രിവർണ്ണ പതാക അതിശക്തമായി നിലനിന്നതിൻ്റെ കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ആശയത്തോടുള്ള പ്രതിബദ്ധതയാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എനിക്ക് ഒരു അഭ്യർത്ഥന എന്ന രീതിയിൽ പറയാനുള്ളത്, ദേശീയ നേതാക്കന്മാരെ, അതിന് KC വേണുഗോപാലാണെങ്കിലും ശ്രീ VD സതീശനാണെങ്കിലും അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി സാറാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ആരെയും അപമാനിക്കാനുള്ള അധികാരം നിങ്ങൾക്കൊരാൾക്കുമില്ല. അങ്ങനെ അപമാനിച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാനും സാധ്യമല്ല. ഇവരെല്ലാം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. നാളെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി, കേരളത്തിലെ ജനങ്ങൾ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തെ 100% അംഗീകരിക്കും. കാരണം ഈ പ്രത്യയശാസ്ത്രത്തോടുള്ള സ്നേഹമാണ്, രാഹുൽ ഗാന്ധിയിലുള്ള വിശ്വാസമാണ്. രാഹുൽ ഗാന്ധിയെ വിശ്വാസത്തിലെടുത്ത് രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുന ഖാർഗെയും ചുമതലപ്പെടുത്തിയതിന് ശേഷം അതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നടക്കൂ എന്ന് ആരെങ്കിലും കരുതിയാൽ ഫ്ലെക്സ് കീറിക്കൊണ്ടും ഫ്ലെക്സിൽ തുപ്പിക്കൊണ്ടും വിമർശനങ്ങൾ നടത്തിക്കൊണ്ടും നവമാധ്യമങ്ങളുടെ ആക്ഷേപം നടത്തിക്കൊണ്ടും നിർത്തിയാൽ ഇതൊക്കെ ക്ഷണഭംഗുരങ്ങളാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ആത്യന്തികമായി കോൺഗ്രസ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ.
കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പ്രത്യയശാസ്ത്രത്തിൽ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഈ നാടിൻ്റെ ഭരണഘടനയുള്ള വിശ്വാസം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എല്ലാ വ്യക്തികൾക്കും അപ്പുറത്ത് ഈ ദേശീയ പ്രസ്ഥാനത്തിലാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസമെന്ന് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഒരു എല്ലാ പരിധികളും സീമകളും ലംഘിച്ചതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്. ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും ആര് മുഖ്യമന്ത്രിയാണെങ്കിലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിലുള്ള വിശ്വാസം, ത്രിവർണ്ണ പതാകയിലുള്ള വിശ്വാസം, ദേശീയ പ്രസ്ഥാനത്തിലുള്ള വിശ്വാസമാണ് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നതെന്നുള്ള കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം പിന്നിൽ ഒരു ഗൂഢമായ അർത്ഥങ്ങളുണ്ട്. ഇതൊന്നും വിഷയമല്ലെന്നേ. ദേശീയ തലത്തിലെ ശ്രീ രാഹുൽ ഗാന്ധി എടുക്കുന്ന തീരുമാനം ഞങ്ങൾക്ക് ആ മനുഷ്യന് വിശ്വാസമുണ്ട്. ഈ രാജ്യത്താകമാനം ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുന്ന, രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നടക്കുന്ന, കാരാഗ്രഹവാസത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന, ജീവന് പോലും ഭീഷണി നേടുന്ന രക്തസാക്ഷി കുടുംബത്തിൽ വരുന്നൊരു നേതാവിനെ വിശ്വസിക്കാതെ വേറെ ആരെങ്കിലും വിശ്വസിക്കണമെന്ന് ഞാൻ നടക്കില്ല. ഞങ്ങളുടെ വിശ്വാസം രാഹുൽ ഗാന്ധിയിലാണ്. രാഹുൽ ഗാന്ധി എടുക്കുന്ന തീരുമാനം ഏതാണെങ്കിലും ഈ പറഞ്ഞു ചേർക്കുന്ന പേരുകൾക്കപ്പുറത്ത് മറ്റാരെങ്കിലും ആണെങ്കിലും രാഹുൽ ഗാന്ധി എടുക്കുന്ന തീരുമാനത്തെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ പ്രഖ്യാപിക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കും. അതാണ് പ്രഖ്യാപിക്കാനുള്ളത്. അതുകൊണ്ടാണ് പരസ്യമായി ഇങ്ങനെ പറയേണ്ടി വന്നത്. അതൊന്നും അറിയില്ല. ഇനി പ്രഖ്യാപനം ഇന്ന് വന്നാലും നാളെ വന്നാലും അല്ല, ഞാൻ പറഞ്ഞതാണ്, പ്രഖ്യാപനം ഇന്ന് വന്നാലും അന്ധമായ ആരാധക സമൂഹത്തോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ കോൺഗ്രസിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ നേതാവിനുമെതിരെ പലരും പറയുന്ന ആക്ഷേപങ്ങൾ, BJPയും CPMും പോലും പറയാൻ മടിക്കാത്ത ആക്ഷേപങ്ങൾ അഴിച്ചുവിടുകയാണ്. നവമാധ്യമങ്ങളിൽ എഴുതി തകർക്കുകയാണ്. ഞാൻ ഏതെങ്കിലും ഒരു ആളെ ഉദ്ദേശിച്ച് പറയുന്നതാണെന്ന് കരുതരുത് കേട്ടോ. വളരെ കൃത്യമായ സ്ക്രിപ്റ്റഡ് ഡോക്യുമെൻറ്റ്സ് എല്ലായിടവും പടരുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. ഇത് കഴിഞ്ഞും ഇതിനു മുമ്പും കോൺഗ്രസ് ഉണ്ടായിരുന്നു, ഇതിന് ശേഷവും കോൺഗ്രസ് ഉണ്ട്, ഇനി അങ്ങോട്ട് കോൺഗ്രസ് ഉണ്ട്. ഇവരാരൊക്കെ തീർന്നാലും ആരൊക്കെ അവസാനിച്ചാലും ഈ നാടിൻ്റെ മൂല്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്, രാജ്യത്തെ മൂല്യങ്ങൾ നിലനിൽക്കുന്നുള്ള കോൺഗ്രസ്. അതുകൊണ്ട് ആരാധക വൃന്ദം ശാന്തരാകൂ എന്നുള്ളതാണ് പറയാനുള്ളത്. അല്പം ഒരു പൊടിക്കടങ്ങണം. ഇവരെല്ലാം ഒരു പൊടിക്കടങ്ങണം. പറയുന്നത് കൊണ്ട് ഭീഷണിപ്പെടുത്തിയും അതല്ലെന്നുണ്ടെങ്കിൽ നവമാധ്യമങ്ങളോട് ആക്ഷേപിച്ച് നിർത്താമെന്ന് കരുതണ്ട. കാരണം ഈ പ്രസ്ഥാനത്തോടുള്ള ആത്മാർത്ഥം കൊണ്ട് തന്നെ പറയുകയാണ്, ഇവരാരുമില്ലെങ്കിലും കോൺഗ്രസ് നിലനിൽക്കും. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തിയതിന് ശേഷം ഭീഷണി കൊണ്ടും അല്ലെങ്കിൽ മറ്റെന്തും കൊണ്ടും രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തെ അട്ടിമറിക്കാമെന്ന് കരുതണ്ട. രാഹുൽ ഗാന്ധി എടുക്കുന്ന തീരുമാനം എന്താണെങ്കിലും അതാണ് രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന കോൺഗ്രസ് ജനാധിപത്യ മതേതര വിശ്വാസികളുടെ താല്പര്യം. എൻ്റെ താല്പര്യം അതാണ്. അത് ശരിയായ തീരുമാനം അവരെടുക്കുമെന്ന വിശ്വാസവുമുണ്ട്. നീതിയുക്തമായ തീരുമാനം ഉണ്ടാകുന്ന വിശ്വാസമുണ്ട്. അല്ലാതെ ആക്ഷേപങ്ങൾ കൊണ്ട് യാതൊരു കാര്യമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നവമാധ്യമങ്ങൾ എന്നത് പുതിയ കാലത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. നവമാധ്യമങ്ങൾ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് ജെനുവിനായി അഭിപ്രായം പറയാം, അല്ലാതെ മാനിപ്പുലേറ്റഡ് അഭിപ്രായം പറയാം. ഞാൻ അതുകൊണ്ടൊന്നും ഏതാണ് ജെനുവിൻ ഏതാണ് മാനിപ്പുലേറ്റഡ് എന്ന അഭിപ്രായം പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഏതാണെങ്കിലും, ഇനി ശരിയാണെങ്കിലും ജെനുവിനാണെങ്കിലും മാനിപ്പുലേറ്റഡ് ആണെങ്കിലും പറയാനുള്ള ഇതാണ്. ഇവരെ ആരെയും കണ്ടിട്ടല്ല കേരളത്തിലെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഇതിനകത്ത് നിന്നിട്ടുള്ളത്. പണ്ടും കോൺഗ്രസ് ഉണ്ടായിരുന്നു, കോൺഗ്രസ് തിരിച്ചടി നേരിട്ടുണ്ട്. 10 വർഷം, ഒരു ദശകത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ ജനങ്ങളാണ് വോട്ട് ചെയ്തത്. ഇപ്പം ഞാൻ കായംകുളത്തൊന്ന് ജയിച്ചു. UDFനെ സ്നേഹിക്കുന്നവർ മാത്രമാണോ വോട്ട് ചെയ്തത്? ചെട്ടികുളങ്ങരയിലെയും പത്തിയൂരിലെയും വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ചെട്ടികുളങ്ങരയിലും പത്തിയൂരിലും കോൺഗ്രസ് പാർട്ടി 6000-ൽ പര വോട്ടുകൾക്ക് പിന്നിൽ നിൽക്കുന്നൊരു സ്ഥലമാണ്. അവിടെ ജനമാണ് വോട്ട് ചെയ്തത്. ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം. അതല്ലാതെ ഓണർഷിപ്പ് പിന്നെ ഞങ്ങൾ മാത്രമാണെന്ന് പറയുന്ന ഒരു രീതി ശരിയല്ല. ഈ പ്രസ്ഥാനത്തിനാണ് ജനം വോട്ട് ചെയ്തത്. തീർച്ചയായിട്ടും ആ ഒരു ഫീലിംഗ് ഉണ്ട്. ഞാനിത് പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രത്യേക ഒന്നും കൊണ്ടല്ല, വളരെ കൃത്യമായൊരു മെസ്സേജ് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ്. കോൺഗ്രസിനെയാണ് സ്നേഹിക്കുന്നത്, കോൺഗ്രസിനൊപ്പമാണ്, രാഹുൽ ഗാന്ധിയുടെ തീരുമാനമൊപ്പമാണ്, ആ തീരുമാനത്തെയാണ് സ്നേഹിക്കുന്നത്. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇത് ജനത്തിനാണ് ക്രെഡിറ്റ്. ടീം UDF എന്ന് പറയുക ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോയി. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. AICC ശക്തമായി പിന്തുണച്ചു, ജനം പിന്തുണച്ചു, പൊതുസമൂഹമാണ് ഇതിനെല്ലാം അപ്പുറത്ത് കൂടെ നിന്നത്. അപ്പോൾ ജനത്തിനെ നിരാശപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായിക്കൂടാ, ജനത്തിനെ നിരാശപ്പെടുത്താൻ പറ്റില്ല. ഇതുകൊണ്ടാണ് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവരൊന്നുമല്ല, എല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് പാർട്ടിയോടാണ് സ്നേഹം, പാർട്ടി പറയുന്നതാണ്
കൂടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് ശരിയായ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.